വരാനിരിക്കുന്ന രഞ്ജി സീസണിലടക്കം കേരളത്തിനായി വീണ്ടും ജലജ് സക്സേന കളത്തിലിറങ്ങുമെന്ന് രഞ്ജി ട്രോഫി ക്യാപ്റ്റൻ മുഹമ്മദ് അസറുദ്ദീൻ കേരള ക്രിക്കറ്റ് അസോസിയേഷനുമായി 2 വർഷത്തെ കരാർ ഒപ്പുവെച്ചെന്നും വ്യക്തിപരമായ കാരണങ്ങളെ തുടർന്നാണ് ജലജ് കഴിഞ്ഞ തവണ മഹാരാഷ്ട്രയ്ക്കായി കളിച്ചതെന്നും അസറുദ്ദീൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. അനുരു അശോകൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കേരളത്തിലെ ക്രിക്കറ്റ് ആരാധകരെ സംബന്ധിച്ചിട്ട്, ക്രിക്കറ്റ് പ്രേമികളെ സംബന്ധിച്ചിട്ട് വലിയൊരു സന്തോഷ വാർത്തയാണ് ഇപ്പോൾ ന്യൂസ് മലയാളത്തിന് പങ്കുവയ്ക്കുവാനുള്ളത്. നമ്മുടെ രഞ്ജി ക്യാപ്റ്റൻ അസറുദ്ദീനാണ് ഇപ്പോൾ ന്യൂസ് മലയാളത്തിനൊപ്പം ഉള്ളത്. അസറു, ഒരു സന്തോഷ വാർത്ത കേട്ടു, ജലജ് വീണ്ടും കേരളത്തിനായി കളിക്കുന്നു എന്നുള്ളത് എങ്ങനെ കാണുന്നു? തീർച്ചയായും ഒരുപാട് സന്തോഷമുണ്ട്. ഇന്നലെ വൈകുന്നേരം നമ്മൾ ഓപ്ഷൻ ബ്രീഫിങ്ങിന് വരുന്ന സമയത്താണ് ഈ ന്യൂസ് ഒഫീഷ്യലായിട്ട് വരുന്നത്. അപ്പോൾ അത് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. കാരണം ജലജ് ഭായ് ഒരു 9 വർഷം കേരളത്തിന് കളിച്ച ആളാണ്. 2016 തൊട്ട് കേരളത്തിന് കളിക്കുന്ന ആളാണ്. അതുപോലെ എന്തുമാത്രം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് നമുക്കറിയാം. അപ്പം പുള്ളീനെ പോലെയുള്ള ഒരാൾ നമ്മളെ ടീമിനെ എത്രത്തോളം എന്താ പറയുക ഇൻഫ്ലുവൻസ് ചെയ്യും, ഇല്ലെങ്കിൽ അത് എത്രത്തോളം അതിനൊരു വാല്യൂ ഉണ്ട് എന്നുള്ളത് തീർച്ചയായും നമുക്കറിയാം. പിന്നെ പുള്ളിയുടെ ഒരു കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ തിരുവനന്തപുരത്ത് തുമ്പ ഗ്രൗണ്ട് എന്ന് പറയുന്ന ഒരു ഫസ്റ്റ് ക്ലാസ് ഗ്രൗണ്ടിൽ, ആ ഗ്രൗണ്ടിൽ മാത്രം പുള്ളിക്ക് 200 വിക്കറ്റ് കൂടുതലുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതൊരു പുള്ളിയുടെ ഗ്രൗണ്ട് തന്നെയാണ്. മോസ്റ്റ് ഓഫ് ദ വിൻസിൽ പുള്ളി കൂടുതലും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരാൾ നമ്മുടെ ടീമിലേക്ക് വരുമ്പം ഹോം മാച്ചസിനും എവേ മാച്ചസിനും ഉള്ള ഒരു അഡ്വാൻറ്റേജ് എന്താ, സ്പെഷ്യലി ഹോം മാച്ചസിനോടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് പുള്ളി വന്നതിൽ ഒരുപാട് സന്തോഷം. കഴിഞ്ഞ സീസണിൽ നമ്മുടെ ക്യാപ്റ്റനായിരുന്നു അസറു. പക്ഷേ അത്ര പെർഫോമൻസ് കേരളത്തിന് ഉണ്ടായിട്ടില്ല. പലപ്പോഴും നമുക്ക് ജലജ് ഉണ്ടായിരുന്നെങ്കിലും തോന്നിയ ഒരു നിമിഷങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ എങ്ങനെ തോന്നിയിരുന്നു കഴിഞ്ഞ സീസൺ? ജലജ് ഭായ് എന്താ പറയുക, ജലജ് ഭായ് പോയപ്പോൾ നമുക്കറിയാം അതിനെ റീപ്ലേസ് ചെയ്യുന്ന ഒരാളെ കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്. പക്ഷെ നമുക്ക് തരക്കേടില്ലാത്ത ബൗളേഴ്സ് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. അപർജിത്ത് ഉണ്ടായിരുന്നു, നമ്മുടെ അങ്കിത് ശർമ്മ ഉണ്ടായിരുന്നു. പക്ഷേ പെർഫോമൻസ് നമുക്കറിയാം, ക്രിക്കറ്റ് എങ്ങനെയാണെന്ന് നമുക്കറിയാം. നമ്മൾ എത്ര പ്രിപ്പയർ ചെയ്ത് എത്ര നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഔട്ട്കം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ലെവലിൽ വരണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ലാസ്റ്റ് സീസൺ കുറച്ച് അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ച് ആസ് എ ക്യാപ്റ്റൻ, ആസ് എ പ്ലെയർ, ഒരു ടീം വൈസ് നോക്കുകയാണെങ്കിലും തീർച്ചയായും നമ്മൾ ഒരുപാട് പാഠങ്ങൾ പഠിച്ചൊരു വർഷമായിരുന്നു. തീർച്ചയായിട്ടും അതൊക്കെ റിക്കവർ ചെയ്യാൻ പറ്റുന്ന ഒരു സീസണും കൂടിയാണ് മുമ്പിലോട്ട് കാണുന്നത്. എനിക്ക് ഉറപ്പുണ്ട് തീർച്ചയായും ഈ വർഷം കേരളം നല്ല രീതിയിൽ തന്നെ ചെയ്യും. വലിയ കൊമ്പന്മാരെയാണ് ഇപ്പോൾ ആലപ്പി സ്വന്തമാക്കിയിരിക്കുന്നത്. സച്ചിൻ ബേബിയെ 10 ലക്ഷത്തിന് സ്വന്തമാക്കുന്നു, അഭിജിത്ത് പ്രവീണിനെ 8 ലക്ഷം രൂപയ്ക്ക് സ്വന്തമാക്കുന്നു. അപ്പോൾ ഒരു കഴിഞ്ഞ തവണത്തേക്കാളും ഒത്തിരി കൂടി ടീം ശക്തമായി വരികയാണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു നമ്മളാണ് ഇപ്പം ഇതുവരെ എടുത്തതിൽ ഏറ്റവും കുറച്ച് ആൾക്കാർ എടുത്തേക്കുന്നത്. എന്ന് വെച്ചാൽ 5 പേരെ നമ്മൾ എടുത്തിട്ടുള്ളൂ ടീമിൻ്റേതായിട്ടുള്ളൂ. അപ്പം ക്ലിയർ കട്ട് പ്ലാനോട് കൂടിയിട്ടാണ് പോകുന്നത്. ആരാണ് വേണ്ടത്, ആരാണ് നമുക്ക് ആവശ്യം എന്താണെന്നുള്ളത്. അപ്പം എടുത്തേക്കുന്ന ആളെന്ന് വെച്ച് കഴിഞ്ഞാൽ സച്ചിൻ ചേട്ടനെ എല്ലാവർക്കും അറിയാം. പുള്ളി കേരളത്തിന് ഒരുപാട് വർഷം ലീഡ് ചെയ്ത ഒരാളാണ്. ഒരു ക്യാപ്റ്റൻ ക്വാളിറ്റി ഉള്ള ഒരാളാണ്. അപ്പം എന്താ പറയുക, എടുത്ത 5 നല്ല ആൾക്കാരാണ്. ഇപ്പോൾ ഉള്ളത് നല്ല 5 ആൾക്കാരാണ്. ഇനിയും മിനിമം ഒരു 11 പേരെയും കൂടെ വേണം. എന്തായാലും ആലപ്പിയുടെ ഒരു മുദ്രാവാക്യം എന്ന് പറയുന്നത് തുഴച്ചിലില്ല തൂക്കിയടി മാത്രമെന്നുള്ളതാണ്. പക്ഷേ ഈ 3-ാം സീസണിൽ ആലപ്പിയുടെ വകയായിട്ട് കളിക്കളത്തിൽ തീ പാറുമെന്നുള്ളത് ഉറപ്പാണ്. ക്യാമറാമാൻ അനീഷ് മലയങ്കിഴിനൊപ്പം അനുരു അശോകൻ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.